രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി അക്ഷരനഗരിയിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണനമേള നവകേരളത്തിന്റെ നേരനുഭവങ്ങളാണ് കാഴ്ചക്കാർക്ക് പകർന്നു നൽകുന്നത്. നവകേരളത്തിന്റെ മുന്നേറ്റവും വിനോദത്തിന്റെയും വിജ്ഞാനത്തിന്റെയും പുത്തൻ കാഴ്ചകളും കോർത്തിണക്കി നടക്കുന്ന പ്രദർശന വിപണനമേള ഇതിനോടകം തന്നെ ജനഹൃദയങ്ങൾ കീഴടക്കി കഴിഞ്ഞു. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മലയോര ഹൈവേയും തീരദേശ ഹൈവേയും പയലുമടക്കി കുത്തിക്കെട്ടിപ്പോയതാണ്. 5600 കോടി രൂപ കേരളത്തിലെ ഗവൺമെന്റ് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും കൊടുക്കാത്ത രൂപത്തിൽ റോഡ് നിർമ്മാണത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ വിനിയോഗിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഈ കേരളം മാത്രമാണ്. അങ്ങനെ വിനിയോഗിച്ചാണ് ഇപ്പോൾ തീരദേശ ഹൈവേ 616 കിലോമീറ്റർ അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മേഖല എത്രയോ പ്രദേശം മനോഹരമായി തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ആ തീർന്നു കഴിഞ്ഞ് ചിലതൊക്കെ തുറന്നു വരുന്നു. 2025 ഡിസംബർ എത്തുമ്പോഴേക്ക് ആ തീരദേശ ഹൈവേ പൂർണ്ണമായി ഉദ്ഘാടനം ചെയ്യാം. കേരളത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തുന്ന ചരിത്ര നിമിഷത്തിനാണ് ഈ കേരളം മെയ് 2 സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വിദ്യാഭ്യാസ, ആരോഗ്യ, കാർഷിക മേഖലയിലുണ്ടായ നേട്ടങ്ങൾ മന്ത്രി എടുത്തു പറഞ്ഞു. സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ MLA മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ, ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, ജില്ലാ പോലീസ് മേധാവി A ഷാഹുൽ ഹമീദ്, കോട്ടയം സബ് കളക്ടർ D രഞ്ജിത്ത്, ചങ്ങനാശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ, വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് K മണി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PV സുനിൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അജയൻ K മേനോൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തങ്കാല, ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ മഞ്ജു സുജിത്, PM മാത്യു, PR അനുപമ, ഹൈമി ബോബി, വിവര പൊതുജന സമ്പർക്ക വകുപ്പ് മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ KR പ്രമോദ് കുമാർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ A അരുൺകുമാർ, കോട്ടയം പ്രസ് ക്ലബ് പ്രസിഡന്റ് അനീഷ് കുര്യൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മേളയിൽ സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും 186 സ്റ്റാളുകളാണുള്ളത്. 45,000 ചതുരശ്ര അടി ശീതീകരിച്ച പവലിയൻ ഉൾപ്പെടെ 69,000 ചതുരശ്ര അടിയിലാണ് പ്രദർശന വിപണനമേള നടക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ വൈകിട്ട് 9:30 വരെയാണ് മേള. പ്രവേശനം സൗജന്യമാണ്. കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ പ്രദർശനം കാഴ്ചവെക്കുന്ന വിവര പൊതുജന സമ്പർക്ക വകുപ്പിന്റെ പ്രദർശനം, ആധുനിക സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്ന പ്രദർശനം, കാർഷിക പ്രദർശന വിപണനമേള, സാംസ്കാരിക കലാപരിപാടികൾ, മെഗാ ഭക്ഷ്യമേള തുടങ്ങിയവയാണ് മേളയിലുള്ളത്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അക്ഷരനഗരിയിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണനമേള നവകേരളത്തിന്റെ നേരനുഭവങ്ങളാണ് കാഴ്ചക്കാർക്ക് പകർന്നു നൽകുന്നത്. ജനമനസ്സിൽ വികസന കാഴ്ചകൾ നിറയ്ക്കുകയാണ് ഈ പ്രദർശന വിപണനമേള. സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ വികസന നേട്ടങ്ങളുടെ പ്രദർശനവും വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുന്ന സ്റ്റാളുകളുമൊക്കെ മേളയുടെ പ്രധാന സവിശേഷതയായി മാറുമ്പോൾ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ആയിരങ്ങൾ ഇതിനോടകം തന്നെ ഇരു കൈയും നീട്ടിയാണ് മേളയെ സ്വീകരിച്ചിരിക്കുന്നത്. പ്രതിസന്ധികൾക്കിടയിലും കഴിഞ്ഞ 9 വർഷ കാലയളവിനിടയിൽ വികസന രംഗത്തും ക്ഷേമപ്രവർത്തന രംഗത്തും ഉണ്ടാക്കിയ മുന്നേറ്റം, രാജ്യത്ത് വിവിധ സൂചികകളിൽ കേരളം 1ാം സ്ഥാനത്തെത്തിയ വഴികൾ എന്നിവയൊക്കെയാണ് മേളയുടെ പ്രധാന ആകർഷണം. പരമ്പരാഗത മൺപാത്ര നിർമ്മാണം കാർഷിക സമൃദ്ധിയുടെ പുത്തൻ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. വിവിധ വകുപ്പുകളുടെ നേട്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും സേവനങ്ങളുമെല്ലാം വ്യക്തമാക്കുന്ന പവലിയനുകൾ, കേരളത്തെ മാറ്റിമറിച്ച കിഫ്ബിയുടെ പ്രത്യേക പവലിയൻ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുകയാണ് മേളയിലൂടെ. സംസ്ഥാന സർക്കാരിന്റെ 9 വർഷത്തെ വികസന നേട്ടങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളുമാണ് ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വിവിധ വകുപ്പുകൾ തയ്യാറാക്കിയ സ്റ്റാളുകളിലൂടെ മേളയിലെത്തുന്നവർക്ക് സർക്കാരിന്റെ പദ്ധതികളും പ്രവർത്തനങ്ങളും വിശദീകരിച്ച് നൽകുന്നുണ്ട്. അഗ്നിരക്ഷാ സേനയുടെയും പോലീസിന്റെയും സ്റ്റാളുകൾക്ക് മുന്നിൽ കൗതുകത്തോടെയാണ് ജനക്കൂട്ടം കൂടി നിൽക്കുന്നത്. ജസ്റ്റ് ഒരു കേട്ടറിവ് കൊണ്ട് വന്നതാണ്, പക്ഷെ നമ്മൾ എക്സെപ്റ്റ് ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ നല്ല കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. ഇപ്പം വന്ന വഴിക്കാണെങ്കിലും നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ സെക്ഷൻ, അതുപോലെ കേരള പോലീസിന്റെ സെക്ഷൻ, അതെല്ലാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമുക്ക് പൊതുവെ അറിയാത്ത കുറെ കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്താ പറയാ ഒരു സ്പാർക്ക് കിട്ടി. അതായത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ബാക്കി കാണാനുണ്ട്, സോ അതിനുവേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പൊതുമരാമത്ത് വകുപ്പ് ജില്ലയിൽ നിർവഹിച്ച പാലങ്ങളും മാതൃകകളും പ്രദർശനത്തിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ്.
കിഫ്ബി പദ്ധതിയിലൂടെ കോട്ടയം ജില്ലയിലുണ്ടായ വികസന പ്രവർത്തനങ്ങൾ ആധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടെ കാണാനും മനസ്സിലാക്കാനുമുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പൊതുവെ നല്ലൊരു ഇതായിരുന്നു. നമുക്കൊന്നും അറിവില്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഇതിൽ നിന്നാണ് കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായത്. ഇന്ന കാര്യങ്ങളും ഇന്ന പദ്ധതികളൊക്കെ ഉണ്ടെന്നൊക്കെ ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. എല്ലാം നല്ല രീതിയിൽ തന്നെ, നല്ല ഹൈടെക് രീതിയിൽ തന്നെ സംഗതിയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അതും സർക്കാരിന് നല്ലൊരു മറ്റു കാര്യങ്ങളൊക്കെ ഇതുപോലെ നല്ല വികസിതമായിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെന്നൊക്കെ ജനങ്ങൾക്ക് അറിയാനായിട്ടൊരു അതെ. ലഹരിക്കെതിരെയുള്ള പോരാട്ടവുമായാണ് എക്സൈസ് വകുപ്പിന്റെ സ്റ്റാൾ. പ്രദർശനം തുടങ്ങി ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ കണ്ടുകഴിഞ്ഞു. കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം അറിവും വിനോദവും വിജ്ഞാനവും പകർന്നു നൽകുന്നതാണ് എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ ഓരോ സ്റ്റാളുകളും. വികസന പ്രവർത്തനങ്ങൾ കാണാൻ മാത്രമല്ല, സമ്മാനങ്ങൾ കയ്യിലാക്കി പോകാനും ഇവിടെ എത്തുന്നവർക്ക് അവസരമുണ്ട്. വളരെ നല്ലതായിരുന്നു. എല്ലാം നമുക്ക് ഇതുവരെ ഇതൊന്നും കാണാത്ത ആൾക്കാർക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഓരോന്നിലും നമുക്ക് ഗെയിംസ് ഒക്കെ ആണെങ്കിലും പ്ലേ ചെയ്ത് നോക്കാം. ട്രയലുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിച്ചതിന് ആൻസർ പറഞ്ഞ് ഗിഫ്റ്റ് കിട്ടുന്നവരുണ്ട്. ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഇതെല്ലാം കണ്ടു കഴിഞ്ഞെത്തുന്നവരെ കാത്തിരിക്കുന്നത് കുടുംബശ്രീയുടെ ഫുഡ് കോർട്ടാണ്. രുചിയുടെ മായാജാലം തീർത്തുകൊണ്ടുള്ള വിഭവങ്ങളാണ് കുടുംബശ്രീ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കലാപരിപാടികൾ ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ മേളയിൽ വന്ന് വൈവിധ്യമാർന്ന കേരളത്തിൻ്റെ തനത് രുചികൾ കുടുംബശ്രീ ചേച്ചിമാരുടെ കൈകളിൽ നിന്ന് അനുഭവിച്ചറിയാനായിട്ട് മുഴുവൻ ആളുകളെയും നമ്മൾ ഈ നാഗമ്പടം മൈതാനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിള്ളേരെയും കൊണ്ട് വന്നാൽ ആക്ച്വലി നമ്മൾ പിള്ളേരെ കൊണ്ടല്ല വന്നത്. അപ്പോൾ പിള്ളേരെ കൊണ്ട് വരണമെന്ന് തോന്നി. കാരണം അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. മീൻസ് അവർക്കും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഗെയിം സെക്ഷനും കുറച്ചും കൂടെ നല്ലതായിരുന്നു. പിന്നെ ഫുഡിങ് നല്ലതാണ്. വനസുന്ദരിയാണ് ഞാൻ ട്രൈ ചെയ്ത്, അടിപൊളി. കുടുംബശ്രീയുടെ രുചി അറിയാൻ ആളുകളുടെ തിരക്ക് ഏറുമ്പോഴും ഓരോ ദിവസവും കൂടുമ്പോഴും ഇവിടെ പുതിയ പുതിയ പുത്തൻ വിഭവങ്ങളാണ് ഇവർ പൊതുജനങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുള്ളത്. കണ്ടതൊന്നും വെറും കാഴ്ചകളല്ല, വികസിത കേരളത്തിന്റെ നേരനുഭവങ്ങളാണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് എന്റെ കേരളം പ്രദർശന വിപണനമേള. എന്റെ കേരളം വിപണനമേളയിലെ ഈനാട് യുവജന സഹകരണ സംഘത്തിന്റെ സ്റ്റാളിൽ വന്നാൽ കാണാം ഈ ഹോം കമ്പോസ്റ്ററിനെ. 58 ലിറ്റർ 2 ബിൻ എന്നീ 2 തരത്തിലാണ് സിലിണ്ടറിക്കൽ ആകൃതിയിലുള്ള ആദ്യ ഹോം കമ്പോസ്റ്റർ മാർക്കറ്റിൽ ലഭ്യമാക്കിയിട്ടുള്ളത്. കേവലം 30-35 ദിവസമെടുത്ത് അടുക്കള മാലിന്യത്തെ ജൈവവളമാക്കി മാറ്റുന്ന ഉൽപ്പന്നമാണ് ജീവൻ. ഉപകാരികളായ സൂക്ഷ്മാണുക്കളെ ഉപയോഗിച്ച് ജൈവമാലിന്യങ്ങൾ വളരെ വേഗം വിഘടിപ്പിക്കാൻ സഹായിക്കുന്ന ഗുണമേന്മയുള്ള ചകിരിച്ചോറാണ് ഇതിനായി ഉപയോഗിക്കുന്നതും. 4300 രൂപ വില വരുന്ന 3 ബിൻ 430 രൂപയ്ക്കും 3600 രൂപ വില വരുന്ന 2 ബിൻ 360 രൂപയ്ക്കുമാണ് സബ്സിഡിയിലൂടെ ലഭ്യമാക്കിയിട്ടുള്ളത്. മലിനജലം ശുദ്ധീകരിക്കുന്ന സാങ്കേതികവിദ്യയായ നോവ, വലിയ തോതിലുള്ള അവശിഷ്ടങ്ങൾ കമ്പോസ്റ്റാക്കി മാറ്റാവുന്ന ജി കമ്മ്യൂണിറ്റി മെഷീൻ, വിവിധ ജൈവവളങ്ങൾ എന്നിവയുടെ പ്രദർശനവും മേളയിലുണ്ട്. ശ്വാസകോശ അർബുദം ബാധിച്ച രോഗിയുടെ ശ്വാസകോശം, ലിവർ സിറോസിസ് ബാധിച്ച രോഗിയുടെ കരൾ, സയാമീസ് ഇരട്ടകൾ, സ്തനാർബുദം ബാധിച്ച ഭാഗത്തെ ടിഷ്യൂ, ഗർഭപാത്രത്തിൽ കുഞ്ഞുകിടക്കുന്ന രീതി എന്നിവയെല്ലാം പ്രദർശനത്തിൽ നിന്ന് കണ്ടു മനസ്സിലാക്കാം. തീവ്രപരിചരണ വിഭാഗത്തിൽ ഉപയോഗിക്കുന്ന വെന്റിലേറ്റർ, വാർഡുകളിൽ നിന്നും രോഗികളെ മാറ്റുമ്പോൾ ഉപയോഗിക്കുന്ന പോർട്ടബിൾ വെന്റിലേറ്റർ തുടങ്ങി താക്കോൽദ്വാര ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വരെ പൊതുജനങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നുണ്ട് എന്റെ കേരള പ്രദർശന വിപണനമേള. ആരോഗ്യവകുപ്പിന്റെ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സ്റ്റാളാണ് സംസ്ഥാന സർക്കാർ ആരോഗ്യമേഖലയിൽ നടപ്പിലാക്കിയിട്ടുള്ള വിവിധങ്ങളായ പദ്ധതികളിലൂടെ വിശദാംശങ്ങളും മേളയിലൂടെ വിവരിക്കുന്നത്. ആരോഗ്യവകുപ്പ് സ്റ്റാൾ സേവനങ്ങൾ. ആരോഗ്യവകുപ്പിന്റെ സ്റ്റാളിലെത്തിയാൽ UHID കാർഡ് അപ്പോൾ തന്നെ സ്വന്തമാക്കാം. ആധാർ നമ്പരും ആധാർ ലിങ്ക്ഡ് മൊബൈൽ ഫോൺ നമ്പരുമായി വന്നാൽ മാത്രം മതി. സംസ്ഥാനത്തെ ഏത് സർക്കാർ ആശുപത്രികളിൽ നിന്നും UHID കാർഡ് വഴി OP ടിക്കറ്റ് എടുക്കാം. OPയിൽ പേരും വിലാസവും പറഞ്ഞ് സമയം കളയേണ്ടി വരില്ല. ആരോഗ്യവകുപ്പിന്റെ സ്റ്റാളിൽ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും പ്രവർത്തിക്കുന്നുണ്ട്. ഫുൾ ടൈം ഡയറ്റീഷ്യന്റെയും നഴ്സിന്റെയും സേവനവും ഇവിടെ ലഭ്യമാണ്.
എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ സേവന രംഗത്ത് മാതൃകയായി പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ്. മേള കാണാനും ആസ്വദിക്കാനും എത്തുന്നവർക്ക് പ്രയോജനകരമായി മാറുകയാണ് പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ്. റേഷൻ മസ്റ്ററിംഗ് നടത്താത്ത AAY PHH കാർഡുകാർക്കും മേളയിലെത്തിയാൽ സൗജന്യമായി ഈ സേവനം ലഭിക്കുമെന്നാണ് പ്രയോജനകരം. മേള കാണാനും ആസ്വദിക്കാനും എത്തുന്നവർക്ക് പ്രയോജനകരമായി മാറുകയാണ് പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ്. റേഷൻ മസ്റ്ററിംഗ് നടത്താത്ത AAY കാർഡുകാർക്കും PHH കാർഡുകാർക്കും മേളയിലെത്തിയാൽ സൗജന്യമായി ഈ സേവനം ലഭിക്കും. ഒപ്പം റേഷൻ കാർഡ് സംബന്ധമായ ഏത് സംശയവും പരിഹരിച്ചു നൽകും. പുതിയ റേഷൻ കാർഡ് എടുക്കൽ, കാർഡ് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് പൊതുവിതരണ ഓഫീസുകൾ കയറിയിറങ്ങേണ്ട ആവശ്യമില്ലെന്നും പകരം ഡിജിറ്റലായി ഇവ എങ്ങനെ നേടാമെന്നും സ്റ്റാളിൽ വിശദീകരിച്ച് നൽകുന്നുണ്ട്. ഇവിടെ ഇപ്പം സർക്കാരിന്റെ 4ാം വാർഷികമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഇപ്പം ഞങ്ങളുടെ സിവിൽ സപ്ലൈസിന്റെ ഒരു സ്റ്റോളുണ്ട്. സ്റ്റോളിൽ പ്രധാനമായിട്ട് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ചെയ്യുന്നുണ്ട്. NFSA കാർഡുകളിൽ പെട്ടവർക്ക് മസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്നാലും മസ്റ്റർ ചെയ്യാം. അവരുടെ ആധാർ നമ്പർ റേഷൻ കാർഡുമായിട്ട് വന്നാൽ മതി. അപ്പോൾ റേഷൻ കാർഡുകളിലെ സപ്ലൈസിൽ പിന്നെ പോകണ്ട, ഇവിടെ വന്നാൽ ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം. ഒപ്പം സ്റ്റോറുകളിലെ നിത്യോപയോഗ സാധനങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. സ്റ്റോറുകളായി മാറുന്ന റേഷൻ കടകളിൽ ലഭ്യമാകുന്ന എല്ലാ സേവനങ്ങളും പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിന്റെ സ്റ്റാളിൽ ലഭ്യമാകുമെന്നതാണ് പ്രത്യേകത. പണ്ടുകാലത്ത് ഔഷധങ്ങൾ സൂക്ഷിച്ചിരുന്ന അങ്ങാടി മരുന്ന് പെട്ടി പുതുതലമുറയ്ക്കായി പരിചയപ്പെടുത്തുകയാണ് ഭാരതീയ ചികിത്സാ വകുപ്പ്. ഡിജിറ്റലായാണ് പരിചയപ്പെടുത്തൽ. അങ്ങാടി മരുന്ന് പെട്ടിയിൽ ഓരോ കളങ്ങളിലായി ഔഷധങ്ങൾ നിരത്തിവെച്ച് ഓരോന്നിന്റെയും പേരും ഒപ്പം QR കോഡും നൽകിയിട്ടുണ്ട്. QR കോഡ് സ്കാൻ ചെയ്താൽ ബന്ധപ്പെട്ട ഔഷധത്തിന്റെ ശാസ്ത്രീയ നാമവും ഗുണവും അത് എന്ത് ചികിത്സയ്ക്കായാണ് ഉപയോഗിക്കുന്നത് എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ അറിയാം. നാഗമ്പടത്ത് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി ദേശീയ ആയുഷ് മിഷന്റെ സ്റ്റാളിലുള്ള പെട്ടിയിൽ ചെഞ്ചല്യം, അമുക്കുരം, പാച്ചോറ്റി, ജഡാമാഞ്ചി, നവര അരി, ഞെരിഞ്ഞിൽ തുടങ്ങി 60ലധികം മരുന്നുകളുണ്ട്. പ്രസൂതി രോഗചികിത്സ, കൗമാരം, പഞ്ചകർമ്മം, പാലിയേറ്റീവ്, യോഗ എന്നിവയുടെ സ്പെഷ്യൽ OPയും ദിവസവും പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ സ്റ്റാൾ സന്ദർശിക്കുന്നവർക്കായി ദ്രാക്ഷാദി കഷായം, ചുക്ക്, ചക്കര എന്നിവ ചേർത്തുള്ള പാനകം, എനർജി ഡ്രിങ്കും സൗജന്യമായി ഭാരതീയ ചികിത്സാ വകുപ്പും നൽകുന്നുണ്ട് എന്നതാണ് മേളയെ ശ്രദ്ധേയമാക്കുന്നത്. മേള കാണാൻ എത്തുന്നവർക്ക് കൈനിറയെ സാധനങ്ങളുമായി മടങ്ങാനുള്ള അവസരമാണ് കൺസ്യൂമർ ഫെഡ് ഒരുക്കിയിട്ടുള്ളത്. സ്കൂൾ തുറക്കാൻ ഇനി 1 മാസം ബാക്കി നിൽക്കെ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളും വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങളും ഇവിടെ ലഭ്യമാണ്. പൊതുവിപണിയിൽ നിന്ന് 30% വരെ വിലക്കുറവാണ് ഇവിടെ. ബുക്ക്, ബാഗ്, പേന, പേപ്പർ, കുടകൾ തുടങ്ങി വിദ്യാർത്ഥികൾക്ക് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ ഇവിടെ ലഭ്യമാണ്. ഒപ്പം ത്രിവേണി സാധനങ്ങളും വിലക്കുറവിലൂടെ സ്വന്തമാക്കാം. 160 പേജുള്ള ബുക്കിന് 28 രൂപയും 200 പേജുള്ള ബുക്കിന് 40 രൂപയുമാണ് വില. പേപ്പർ റോൾ, ബാഗ്, കുട എന്നിവയ്ക്ക് 45, 628, 535 എന്നിങ്ങനെയാണ് വില. സ്കെയിൽ, പേപ്പർ, സ്കൂൾ ബോക്സുകൾ, വാട്ടർ ബോട്ടിൽ, പെൻസിൽ തുടങ്ങിയവയെല്ലാം ഇവിടെ ലഭിക്കും. നിത്യോപയോഗ സാധനങ്ങളായ മഞ്ഞൾപ്പൊടി, മുളകുപൊടി, അരിപ്പൊടി, വെളിച്ചെണ്ണ എന്നിവയ്ക്കും 20% മുതൽ 40% വരെ വിലക്കുറവുണ്ട്. സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് സർക്കാർ സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കൺസ്യൂമർ ഫെഡിന്റെ വിപണി രക്ഷകർത്താക്കൾക്കും ഒരു ആശ്വാസമായി മാറുകയാണ്. പ്രദർശന സ്റ്റാളിന്റെ പ്രധാന കവാടത്തോട് ചേർന്നുള്ള വിശാലമായ പവലിയനിൽ കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ ഫോട്ടോകളിലൂടെയും LED വാളുകളിലൂടെയും വിശദമായി കണ്ടു മനസ്സിലാക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് ഉൾപ്പെടെയുള്ള ഫോട്ടോകളുടെ പ്രദർശനമാണ് തുടക്കത്തിൽ. തൊട്ടടുത്ത് വെച്ചിരിക്കുന്ന LED സ്ക്രീനിൽ എല്ലാ രംഗത്തും സർക്കാർ കൈവരിച്ച നേട്ടങ്ങൾ വായിച്ചു മനസ്സിലാക്കാം. ബോർഡിന് മുൻപിലെ സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന മാഗസിന്റെ താളുകൾ മറിക്കുമ്പോൾ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ രൂപരേഖയും LED വാളിൽ തെളിയും. അതിൽ നിന്ന് സംസ്ഥാനത്തെ അടുത്തറിയാം. ഡിജിറ്റൽ ഭൂസർവേ, വിഴിഞ്ഞം തുറമുഖ പദ്ധതി, സ്റ്റാർട്ടപ്പ് കേരള, വാട്ടർ മെട്രോ,
ഡിജിറ്റൽ കേരളം, ടൂറിസം വികസനം, കായിക വികസനം, പട്ടയ വിതരണത്തിലെ നേട്ടങ്ങൾ, ദുരന്തമുഖങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങൾ, ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ, കുടിവെള്ള പദ്ധതികൾ, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, ഭിന്നശേഷി സൗഹൃദ പദ്ധതികൾ, ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങി സർക്കാരിന്റെ പ്രവർത്തന നേട്ടങ്ങൾ സ്ഥിതിവിവര കണക്കുകൾ സഹിതം തുടർന്നുള്ള ബോർഡുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങൾ അറിയുന്നതിനൊപ്പം എന്റെ കേരളം മാഗസിന്റെ മുഖചിത്രമാകാൻ അവസരമൊരുക്കുന്ന ഫോട്ടോ പോയിന്റും ഇവിടെയുണ്ട്. ഇവിടെ ഫോട്ടോയെടുത്ത് എന്റെ കേരളം എന്ന ഹാഷ്ടാഗോടെ സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്യാം. ഗെയിം സോണും പവനിലിൽ ഒരുക്കിയിട്ടുണ്ട്. കാർഷികം, പട്ടയം, വിദ്യാഭ്യാസം, ആരോഗ്യം, നവകേരളം എന്നിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന നേട്ടങ്ങളും ക്യൂബും ഇവിടെയുണ്ട്. ഇവയിൽ ഏതിനെക്കുറിച്ചാണോ കൂടുതൽ അറിയേണ്ടത് ആ ഭാഗം അടിയിൽ വരത്തക്ക വിധം സ്റ്റാൻഡിൽ ക്യൂബ് വെച്ചാൽ മതി. അതേക്കുറിച്ചുള്ള ഹ്രസ്വ വീഡിയോ സ്ക്രീനിൽ തെളിയും. ലഹരിയോട് വിട പറയുക എന്ന ലക്ഷ്യത്തോടെ LED സ്ക്രീനിൽ ഗെയിം സോണും ക്രമീകരിച്ചിട്ടുണ്ട്. മനുഷ്യസഹായമില്ലാതെ ചെടികൾക്ക് വെള്ളം ലഭ്യമാക്കുന്ന ഓട്ടോമാറ്റിക് പ്ലാന്റർ വാട്ടർ സംവിധാനം, പാത്രം വെച്ചാൽ തനിയെ വെള്ളം പാത്രത്തിലേക്ക് വീഴുന്ന ഓട്ടോമാറ്റിക് വാട്ടർ ഡിസ്പെൻസർ, പ്രളയവും മണ്ണിടിച്ചിലും പോലുള്ള ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള സംവിധാനം, കടുത്തുരുത്തി പാല പോളിടെക്നിക്കുകളിലെയും RIT പാമ്പാടിയിലെയും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ നിർമ്മിച്ച സാങ്കേതിക വിദ്യകളാണിവ. പ്രോജക്റ്റുകളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ ഇത്തരം ഉപകരണങ്ങൾ നിർമ്മിച്ചത്. കുറഞ്ഞ ചെലവിലാണ് വിദ്യാർത്ഥികളെല്ലാം തന്നെ ഇത്തരം സാങ്കേതിക ഉപകരണങ്ങൾ നിർമ്മിച്ചതെന്നതാണ് ശ്രദ്ധേയം. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലൂടെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുകയാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റാൾ. റൈറ്റിംഗ് റോബോട്ട്, സ്മാർട്ട് എനർജി മീറ്റർ, ഭാരവസ്തുക്കൾ എടുത്തുമാറ്റാൻ ശേഷിയുള്ള ആർട്ടിക്കുലേറ്റഡ് റോബോട്ട്, വൈഫൈയിലൂടെ റോബോട്ടിന്റെ കൈകളുടെ ചലനം കാണിച്ചു തരുന്ന സാങ്കേതിക വിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച കരിയിലകൾ അടിച്ചുവാരുന്ന യന്ത്രം തുടങ്ങി അനവധി സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റാളിലുള്ളത്. സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മികവിന്റെ പാതയിലേക്ക് ഉയർന്നതിന്റെ തെളിവ് വെളിവാക്കുകയാണ് ഈ സാങ്കേതിക വകുപ്പിന്റെ സ്റ്റാൾ. ലഹരിക്കടിമപ്പെടുന്ന യുവത്വത്തെ അതിൽ നിന്നും മോചിതരാക്കി കായികം തന്നെ ഒരു ലഹരിയാക്കാനാണ് കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ സ്റ്റോൾ ഒരുക്കിയിരിക്കുന്നത്. വ്യത്യസ്തമാർന്ന മത്സരങ്ങളിലൂടെയാണ് ഈ സ്റ്റോൾ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ വിശേഷങ്ങളാണ്. എന്റെ കേരളം മേളയിൽ വേറിട്ട അനുഭവമൊരുക്കിയിരിക്കുകയാണ് കായിക വകുപ്പ്. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ കളിക്കാവുന്ന 15ഓളം വ്യത്യസ്ത കായിക ഇനങ്ങളുടെ ചെറുപതിപ്പുകളാണ് കായിക വകുപ്പിന്റെ സ്റ്റാളിൽ ഒരുക്കിയിട്ടുള്ളത്. അമ്പെയ്യാനും ഗോളടിക്കാനും ബോൾ ബാസ്കറ്റ് ചെയ്യാനും വളയം എറിഞ്ഞ് കളിക്കാനും കുട്ടികൾ മാത്രമല്ല മുതിർന്നവർ വരെ ഇവിടെ റെഡിയാണ്. ഇലക്ട്രിക് ബസ് വയർ ഗെയിം, ത്രോയിങ്, ടാർഗറ്റ്, ബാസ്കറ്റ്ബോൾ, സേഫ്റ്റ്, ആർച്ചറി, സ്വിസ് ബോൾ, ബാഡ്മിന്റൺ, സ്കിപ്പിംഗ് റോപ്പ്, ബാലൻസിംഗ്, ഫുട്ബോൾ തുടങ്ങി ഇങ്ങനെ നീളുകയാണ് ഈ പട്ടിക. ഓരോ വ്യക്തിയുടെ ഉയരവും തൂക്കവും പരിശോധിച്ച് ബോഡി മാസ് കണക്കാക്കാനും 18 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കാനും കഴിയുന്ന ചാർട്ടും കുട്ടികൾക്ക് കളിക്കാനായി കിഡ്സ് പ്ലേ ഗ്രൗണ്ടുമാണ് സ്റ്റാളിന്റെ മറ്റു പ്രധാന ആകർഷണങ്ങൾ. പുതുതലമുറ ലഹരിക്ക് അടിമയാകുന്ന കാലഘട്ടത്തിൽ നിന്ന് അവരെ കായികം ലഹരിയാക്കി മാറ്റുക എന്ന ലക്ഷ്യമാണ് ഇവർ മുന്നിൽ കാണുന്നത്. സ്പോർട്സ് ആണ് ലഹരി, അല്ലാതെ മദ്യമോ മയക്കുമരുന്നോ അല്ല. അത് ഉൾക്കൊള്ളാൻ വേണ്ടി കുട്ടികൾക്ക് വേണ്ടി നമ്മളൊരു ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ കുട്ടികളെ നമ്മൾ സ്പോർട്സിലോട്ട് ആകർഷിച്ച് അവരെ മയക്കുമരുന്ന് അല്ല മദ്യത്തിന്റെ പുറകെ പോകാതെ അവരെ നല്ലൊരു ഭാവി, അതായത് നല്ലൊരു ഫിസിക്കൽ അല്ല ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ സ്പോർട്സിലും നാഷണൽ അല്ല ഇന്റർനാഷണൽ ലെവലിലോട്ട് അവരെ ഒരു നല്ലൊരു സ്പോർട്സ്മാൻ ആക്കിയെടുക്കുക. അതിന്റെ ഉദ്യമത്തിന് വേണ്ടിയാണ് ഈ പ്രോഗ്രാം നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. യുവജനങ്ങൾക്കിടയിലും മുതിർന്നവരിലും കായിക പരിശീലനത്തിന്റെ പ്രാധാന്യം എത്തിക്കുക എന്നതാണ് സ്റ്റാളിന്റെ മറ്റൊരു ലക്ഷ്യം.
പാലം എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരിക വളരെ ഉയരത്തിലുള്ള ഭൂപ്രദേശങ്ങളെയോ നദികളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്ന യാത്രാ സംവിധാനം എന്നാണല്ലോ. പക്ഷേ കോട്ടയത്ത് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശനമേളയിൽ എത്തിയാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ പാലം കാണാം. കാഴ്ചയിൽ മാത്രമല്ല പേരിലുമൊക്കെ ഈ പാലത്തിന് കൗതുകമുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളം ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ കടന്നുപോയാണ് ശുചീകരിക്കുന്നത് എന്നുള്ള മാതൃകയാണ് വാട്ടർ അതോറിറ്റി ഒരുക്കിയിട്ടുള്ളത്. വായു കടത്തിവിടൽ, കൊയാഗുലേഷൻ, അടിയിക്കൽ, അരിക്കൽ, അണുവിമുക്തമാക്കൽ, ക്ലോറിനേഷൻ എന്നീ പ്രക്രിയകൾ ഘട്ടം ഘട്ടമായി മാതൃകയിലൂടെ പറയുന്നുണ്ട്. കുടിവെള്ള പരിശോധനയ്ക്കായി എത്തിക്കേണ്ട വിധം പരിശോധനാ നിരക്കുകൾ, ഗുണനിലവാര പരിശോധനകൾ ഏതൊക്കെ തുടങ്ങി വാട്ടർ അതോറിറ്റി ക്വാളിറ്റി കൺട്രോൾ വിഭാഗം എന്നിവയെക്കുറിച്ചുള്ള വിശദീകരണ ചാർട്ടുകളും ഇവിടെ പ്രദർശനത്തിലുണ്ട്. അപ്പർ കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിൽ കൃഷിക്കായി ജലസേചന സൗകര്യം ഒരുക്കുന്നതിന്റെ മാതൃകയാണ് ജലസേചന വകുപ്പ് ഒരുക്കിയിട്ടുള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന പ്രദേശമായതിനാൽ കുട്ടനാട്ടിലെ കൃഷിരീതിക്ക് ജലലഭ്യത ഉറപ്പുവരുത്തുന്ന വിധം വ്യത്യസ്തമാണ് ഇത്. വിവിധ പ്രദേശങ്ങളിൽ കുഴൽക്കിണറുകൾ കുത്തുന്നതിന്റെയും കിണറുകൾ നിർമ്മിക്കുന്നതിന്റെയും വ്യത്യസ്തമായ രീതികൾ കാണിച്ചു തരികയാണ് ഭൂജല വകുപ്പിന്റെ സ്റ്റാൾ. പാറപ്രദേശം, മണൽ, തീരദേശ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ കുഴൽക്കിണർ നിർമ്മാണം വ്യത്യസ്തമാണ്. ഭൂജല വകുപ്പ് പൊതുജനങ്ങൾക്കായി നൽകുന്ന സേവനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചാർട്ടും ഭൂജല വകുപ്പിന്റെ സ്റ്റാളിലുണ്ട്. പൊതുജനങ്ങൾക്ക് കണ്ടും കേട്ടുമറിഞ്ഞ് പുത്തൻ അനുഭവമാണ് ഈ സ്റ്റാൾ സമ്മാനിക്കുന്നതും. ജയിലിനുള്ളിൽ കയറാനോ ജയിലിൽ കിടക്കാനോ ആർക്കും ആഗ്രഹമുണ്ടാകില്ല. എന്നാൽ ജയിലിനുള്ളിലെ കാഴ്ചകൾ കാണാൻ ഏവർക്കും ആഗ്രഹം കാണും. അത്തരത്തിലുള്ള കാഴ്ചയാണ് പൊതുജനങ്ങൾക്കായി ഇവിടെ ജയിൽ വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. ആ കാഴ്ചകളിലേക്ക് പോകാം. ജയിലിൽ കയറാൻ ഇഷ്ടമുള്ളവരായി ആരും ഉണ്ടാകില്ല. എങ്കിലും എന്താണ് ഈ ജയിലിനുള്ളിൽ നടക്കുന്നതെന്നറിയാൻ താല്പര്യമുള്ളവർ ഏറെയാണ്. അങ്ങനെയുള്ളവർക്കായാണ് ജയിലിനുള്ളിലെ കാഴ്ചകൾ കോട്ടയം ജില്ലാ ജയിലിന്റെ മാതൃകയിൽ പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. കോട്ടയം ജില്ലാ ജയിൽ എങ്ങനെയാണോ അതേ രീതിയിലാണ് എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിലെ ഈ ജയിലും. കവാടത്തിനുള്ളിലൂടെ അകത്ത് കയറിയ ജയിലിലെ സെല്ലും തടവുകാർ നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങളുമാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നത് ഇവിടത്തെ തൂക്കുകയറിലേക്കാണ്. ആലുവ കൂട്ടക്കൊലക്കേസ് പ്രതി ആന്റണിയെ വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ ശിക്ഷ നടപ്പാക്കാൻ തയ്യാറാക്കിയ തൂക്കുകയറാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഡെമ്മിയിൽ കുരുക്കിട്ട രീതിയിലാണ് തൂക്കുകയർ പ്രദർശനത്തിന് വെച്ചിട്ടുള്ളതും. കൂടാതെ തൂക്കുമരത്തിന്റെ പ്രവർത്തനം അറിയാനും അത് വിശദമായി പറഞ്ഞു നൽകാനും ഇവിടെ ഉദ്യോഗസ്ഥരുമുണ്ട്. പരുത്തിയിൽ നിർമ്മിച്ച തൂക്കുകയറാണിത്. ഇത് മാത്രമല്ല ഈ സ്റ്റാളിനുള്ളിലെ കാഴ്ച. ഇവിടെ ഒരുക്കിയ സെല്ലാണ് മറ്റൊരു ആകർഷണം. ജയിലധികൃതർ ഒരുക്കിയ ചലഞ്ച് ഏറ്റെടുത്ത് സെല്ലിനുള്ളിൽ ജയിലിലെ വസ്ത്രമായ നമ്പർ രേഖപ്പെടുത്തിയ ഷർട്ടും മുണ്ടും ധരിച്ച് 1 മണിക്കൂർ കിടന്നാൽ വിജയിക്ക് ഒരു ബിരിയാണിയും 1 ലിറ്റർ വെള്ളവും സമ്മാനമായി ലഭിക്കും. എത്ര ധൈര്യമുള്ളവരാണെങ്കിലും ഇതുവരെ ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറായത് ഒരാൾ മാത്രമാണ്. താൽക്കാലിക ജയിലിനുള്ളിൽ പായ, ബെഡ്ഷീറ്റ്, മൊന്ത, 2 പാത്രം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ തടവുകാർ നിർമ്മിച്ച കുടകൾ, സോപ്പുകൾ, നെറ്റിപ്പട്ടങ്ങൾ, ചിരട്ടയിൽ നിർമ്മിച്ച വിവിധ വസ്തുക്കൾ, പലഹാരങ്ങൾ, 70 രൂപയ്ക്ക് ബിരിയാണി എന്നിവയും ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് എന്നതാണ് ജയിലിന്റെ സ്റ്റാളിനെ ശ്രദ്ധേയമാക്കുന്നത്. കൃഷിയിടങ്ങളിലെ നൂതന സാങ്കേതിക വിദ്യകൾ പൊതുജനങ്ങൾക്ക് അനുഭവവേദ്യമായി മാറ്റുകയാണ് കൃഷിവകുപ്പിന്റെ ഈ സ്റ്റാൾ. കൃഷിയിടങ്ങളിൽ ഡ്രോൺ സംവിധാനം എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും അതിന്റെ സാധ്യതകളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അടുത്തറിയാനുമുള്ള അവസരവും കൃഷിവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. മില്ലറ്റ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും കൃഷിവകുപ്പിന്റെ സ്വന്തം ബ്രാൻഡായ കേരള ഗ്രോ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവുമാണ് ഇവിടത്തെ പ്രത്യേകത. വിളകളെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് പരിഹാരവുമായി കർഷകർക്ക് സഹായമാകുന്ന വിള ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളെക്കുറിച്ചും വിശദീകരിച്ച് നൽകുന്നുണ്ട്. വിളകളെ ബാധിക്കുന്ന കീടനാശിനികളെ മൈക്രോസ്കോപ്പിലൂടെ കാണാനുള്ള അവസരവുമുണ്ട്. കാർഷിക സംരംഭങ്ങളെയും കൂട്ടായ്മകളെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ അണിനിരത്താൻ ലക്ഷ്യമിട്ട് കൃഷിവകുപ്പ് ഒരുക്കുന്ന കാപ്കോ കമ്പനിയുടെ രൂപരേഖയും പ്രദർശനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്.
നീണ്ടൂർ പഞ്ചായത്തിലെ മേക്കാവ് ADS ഗ്രൂപ്പിലെ ലക്ഷ്മി, കുടുംബശ്രീയിലെ ബിജിയുടെ ഭർത്താവ് സന്തോഷ് KP-യാണ് ചിരട്ടയിൽ കൗതുകം സൃഷ്ടിക്കുന്നത്. ചിരട്ട കൊണ്ടുള്ള ഗണപതി, വാൽക്കണ്ണാടി, മയിൽ, കൊക്ക്, ഉരുളി, ഹൗസ് ബോട്ട് തുടങ്ങി നമ്മുടെ വീടിനെ അലങ്കരിക്കാവുന്ന വിവിധ ഐറ്റംസും കൂടാതെ അടുക്കളയിലേക്കുള്ള മരത്തവികൾ, ജഗ്ഗുകൾ, ഗ്ലാസുകൾ, ചിരട്ടപ്പുട്ട് കുറ്റികൾ എന്നിവയും ഈ സ്റ്റാളിലെ പ്രധാന ആകർഷണമാവുകയാണ്. ചിരട്ട കൊണ്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ കാഴ്ചക്കാർക്ക് പുതുമയേകുന്നു എന്നതാണ് പ്രത്യേകത. ഇതുകൂടാതെ ഏറ്റുമാനൂർ ബ്ലോക്ക് സംരംഭകരുടെ ഉൽപ്പന്നങ്ങളായ ഔഷധ ഗുണമുള്ള കരിനെല്ലിക്ക അച്ചാർ, കണ്ണിമാങ്ങ അച്ചാർ, ഈന്തപ്പഴം, നാരങ്ങ അച്ചാർ, വിവിധതരം സ്നാക്സ്, കുടുംബശ്രീ തനത് ഉൽപ്പന്നങ്ങളായ വിവിധ പൊടികൾ, സോപ്പുകൾ, കഷായ ഷാംപൂ, റോസ്മേരി വാട്ടർ, ചാർക്കോൾ സോപ്പ്, പൊട്ടറ്റോ സോപ്പ്, കുക്കുംബർ ജെൽ എന്നിവയും സ്റ്റാളിൽ ലഭ്യമാണ്. നാഗമ്പടത്ത് നടക്കുന്ന പ്രദർശന വിപണന മേളയിലാണ് ഏറ്റുമാനൂർ ബ്ലോക്ക് കുടുംബശ്രീ SVEP സംരംഭകരുടെ ഈ സ്റ്റാൾ. നൂറിലധികം വ്യത്യസ്തമാർന്ന രുചികൾ, 40-ലധികം ജ്യൂസുകൾ, നാവിനും മനസ്സിനും രുചി പകരുകയാണ് കുടുംബശ്രീയുടെ മെഗാ ഭക്ഷ്യമേള. നാഗമ്പടത്തെ എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ആരംഭിച്ച മെഗാ ഭക്ഷ്യമേള ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുകയാണ്. വ്യത്യസ്തമാർന്ന രുചി വിഭവങ്ങളാൽ സമൃദ്ധമായ മേളയിൽ കോട്ടയത്തിന്റെ സ്വന്തം കപ്പയും ബീഫും, ഇടുക്കിക്കാരുടെ സ്വന്തം ഏഷ്യാഡുമാണ് താരങ്ങൾ. കോഴിക്കോടൻ രുചി വിഭവങ്ങളും ഇവിടെ ഇടം പിടിച്ചിട്ടുണ്ട്. ഒരേ സമയം 200ഓളം പേർക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഫുഡ് കോർട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. 10 സ്റ്റാളുകളിലായി വിവിധതരം പായസങ്ങൾ, സ്നാക്സുകൾ, ബിരിയാണികൾ, ചിക്കൻ വിഭവങ്ങൾ എന്നിവയും ലഭ്യമാണ്. നാഗമ്പടം മൈതാനത്ത് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേളയിൽ കുടുംബശ്രീയുടെ നാടൻ രുചികൾക്കും പ്രിയമേറും. കുടുംബശ്രീ ഒരുക്കിയിരിക്കുന്ന ഭക്ഷ്യമേളയിൽ ഇത്തവണയും ഹിറ്റാകുന്നത് കാടിറങ്ങി എത്തിയിരിക്കുന്ന വനസുന്ദരി ചിക്കനാണ്. രുചി മാത്രമല്ല വനസുന്ദരിയുടെ സവിശേഷത, ആരോഗ്യപരമായ ഗുണങ്ങളുമുണ്ട്. പച്ചക്കുരുമുളകും കാന്താരിയും മല്ലിയും പുതിനയിലയും കാട്ടുജീരകവും ചില പച്ചിലകളും ചേർത്തരച്ച കൂട്ടിലേക്ക് വേവിച്ച ചിക്കൻ ചേർത്ത് കല്ലിൽ വെച്ച് പൊള്ളിച്ച് ചതച്ചെടുത്താൽ വനസുന്ദരി റെഡി. കുടുംബശ്രീയുടെ വൻ ഹിറ്റായ വനസുന്ദരി ഇത്തവണയും മേള കീഴടക്കുമെന്ന് ഉറപ്പാണ്. നാഗമ്പടം മൈതാനത്ത് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ കുടുംബശ്രീയുടെ നാടൻ രുചികൾക്കും പ്രിയമേറും. കോട്ടയം നാഗമ്പടത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പവലിൻ സന്ദർശിക്കുന്നവരുടെ കണ്ണുടക്കുന്നത് 3D ചിത്രങ്ങൾ വർണ്ണശോഭയിൽ പ്രദർശിപ്പിക്കുന്ന ഈ ഫാനിലേക്കാണ്. വളരെ കുറഞ്ഞ വൈദ്യുതിയാൽ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ് ഈ ഹോളോഗ്രാം ഫാൻ. ഒരു ഹോളോഗ്രാം ഫാനിന്റെ ഫാൻ ബ്ലേഡുകൾ വേഗത്തിൽ കറങ്ങുന്ന തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ടിവിയിലും ഫോണിലുമെല്ലാം പരസ്യങ്ങൾ കൊടുത്തു മടുത്തെങ്കിൽ ഈ ഹോളോഗ്രാഫിക് ഫാനിൽ ഇത് കൊടുക്കാൻ കഴിയും. ഹോളോഗ്രാഫിക് ഫാൻ ടെക്നോളജിയാണ്. ഇത് വിദേശ രാജ്യങ്ങളൊക്കെ കോമൺ ആണ്. ഇപ്പൊ ഇന്ത്യയിലാണ് ആൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ് ഇത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതൊരു 4 ലീഫുള്ള ഫാനാണ്. ഫാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് ഇഷ്ടമുള്ള പ്രൊജക്ട് ചെയ്യാൻ പറ്റും. TV സ്ക്രീനോ അല്ലെ LED കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് കാരണം ഇതൊരു ബാഗിലൊക്കെ കൊണ്ടുപോകാൻ പറ്റും. എവിടെ എന്ത് കാര്യം പ്രൊജക്ട് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ബ്ലേഡുകൾ കറങ്ങുമ്പോൾ അവ ഒരു പെർസിസ്റ്റന്റ് ഓഫ് വിഷൻ ഇഫക്റ്റ് സൃഷ്ടിക്കും. ഇത് മനുഷ്യന്റെ കണ്ണിന് തുടർച്ചയായി ഒരു ചിത്രം ഗ്രഹിക്കാൻ അനുവദിക്കുന്നതാണ്. വിദേശത്ത് സജീവമായി കണ്ടുവരുന്ന ഈ ഫാൻ ഇന്ത്യയിൽ പ്രചരണത്തിലാക്കുന്ന കമ്പനികളിലൊന്നാണ് ആൻ ഗ്രൂപ്പ്. എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ ഹിറ്റടിച്ചിരിക്കുന്നത് സപ്ലൈകോ ഔട്ട്ലെറ്റ് ആണ്.
13ഓളം സാധനങ്ങളാണ് വിലക്കുറവിൽ ഇവിടെ ലഭ്യമാക്കിയിരിക്കുന്നത്. FMCG ഉൽപ്പന്നങ്ങൾക്കും സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്കും വൻ വിലക്കിഴിവിൽ ആകർഷകമായ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. മേള സന്ദർശിക്കാൻ എത്തുന്നവർക്കായി ഒരു മിനി സൂപ്പർമാർക്കറ്റ് തന്നെയാണ് സപ്ലൈകോ ഒരുക്കിയിട്ടുള്ളത്. ഓരോ ഉൽപ്പന്നത്തിനും 15% വിലക്കുറവാണുള്ളത്. ഗരം മസാല, നെയ്, റവ, സോപ്പുകൾ, ചിക്കൻ മസാല, വെളിച്ചെണ്ണ എന്നിവ ഇവിടെ നിന്ന് ലഭിക്കും. മേള തുടങ്ങി ആദ്യ ദിനം പിന്നിടുമ്പോൾ തന്നെ സപ്ലൈകോ സ്റ്റാളിൽ വൻ തിരക്കും അനുഭവപ്പെട്ടു. മേള കാണാനും ആസ്വദിക്കാനും എത്തുന്നവർക്ക് തിരികെ കൈനിറയെ സാധനങ്ങളുമായി മടങ്ങാനുള്ള അവസരമാണ് സപ്ലൈകോ ഒരുക്കിയിട്ടുള്ളത്. ലഹരിക്കെതിരായ മുന്നേറ്റത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് എന്റെ കേരളം പ്രദർശന വിപണനമേളയിൽ ലഹരിവിരുദ്ധ സംഗമം സംഘടിപ്പിച്ചത്. എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഒരുമിച്ച് എന്ന പേരിൽ നടന്ന സംവാദ സദസ്സ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബെഞ്ചമിൻ ജോർജ്, ലഹരി വിമോചന കേന്ദ്രത്തിന്റെ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KK ശ്രീജിത്ത്, ജില്ലാ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറും വിമുക്തി മിഷൻ ജില്ലാ ജോയിന്റ് കൺവീനറുമായ B രാജേഷ്, ട്രാഡ അഡ്മിനിസ്ട്രേറ്റർ കോശി മാത്യു, ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി L മായ, വാഴൂർ ICDS സൈക്കോ സോഷ്യൽ കൌൺസിലർ B മീര, ജില്ലാ വിമുക്തി മാനേജർ S സഞ്ജീവ് കുമാർ തുടങ്ങിയവർ സദസ്സിൽ പങ്കെടുത്തു. പ്രിവന്റീവ് ഓഫീസർ AS ദീപേഷ് പാനൽ ചർച്ചയിൽ മോഡറേറ്ററായി. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം ബാല്യം മുതൽക്കേ തുടങ്ങണമെന്നും പ്രായത്തിനനുസരിച്ച് ഭേദഗതി വരുത്തേണ്ടത് ആവശ്യമാണെന്നും ഡോക്ടർ ബെഞ്ചമിൻ ജോർജ് പറഞ്ഞു. സംവാദത്തിന്റെ ഭാഗമായി ലഹരി വിമുക്ത പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ഡോക്ടർ ബെഞ്ചമിൻ ജോർജ്, ഡോക്ടർ KK ശ്രീജിത്ത് എന്നിവരെ ആദരിച്ചു. ഒപ്പം മണർകാട് സെന്റ് മേരീസ് ചർച്ച് സൺഡേ സ്കൂൾ അവതരിപ്പിച്ച ലഹരിവിരുദ്ധ മൂകാഭിനയം സമൂഹത്തിൽ യുവതലമുറയെ കാർന്നു തിന്നുന്ന ലഹരിയുടെ അപകടം വ്യക്തതയോടെ അവതരിപ്പിക്കുന്നതായി. പങ്കെടുത്ത കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. വിമുക്തി ജില്ലാ മെന്റർ ബെന്നി സെബാസ്റ്റ്യൻ, KS ESA ജില്ലാ പ്രസിഡന്റ് PJ സുനിൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മേളയിലെ അക്ഷര മ്യൂസിയം സ്റ്റാളിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് മലയാള സാഹിത്യത്തിൽ നൈപുണ്യം തെളിയിക്കുവാനുള്ള സുവർണ അവസരമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അക്ഷര സാഹിത്യ സാംസ്കാരിക മ്യൂസിയമായ അക്ഷര മ്യൂസിയവും ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് നടത്തുന്ന ക്വിസ് മത്സരത്തിൽ പ്രായഭേദമന്യേ ആർക്കും പങ്കെടുക്കാം. മുതിർന്നവർ, യുവാക്കൾ, കുട്ടികൾ എന്ന് 3 വിഭാഗങ്ങളിലായി നടത്തുന്ന മത്സരത്തിൽ 6 ചോദ്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകാൻ 20 സെക്കൻഡ് ദൈർഘ്യമുണ്ട്. ഇന്ററാക്ടീവ് സ്ക്രീനിൽ തെളിയുന്ന ചോദ്യങ്ങൾക്കെല്ലാം ശരിയുത്തരം നൽകുന്നവർക്ക് ട്രോഫിയും സൗജന്യമായി അക്ഷര മ്യൂസിയം സന്ദർശിക്കാനുള്ള അവസരവുമാണ് ലഭിക്കുന്നത്. പ്രായഭേദമന്യേ നിരവധി പേരാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തുന്നതും. പതിനഞ്ച് ഹോഴ്സ് പവറുള്ള കാംകോയുടെ ശ്രീദേവ് 115 എന്ന മിനി ട്രാക്ടറാണ് കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ സ്റ്റാളിലെ ശ്രദ്ധേയ സാന്നിധ്യം. 863.5 cc എഞ്ചിനാണിതിന്റേത്. 2,83,360 രൂപയാണ് ഇതിന്റെ വില. agrimachinery.nic.in എന്ന വെബ്സൈറ്റിലൂടെ സർക്കാർ സബ്സിഡിക്കായി അപേക്ഷിച്ച് മിതമായ നിരക്കിൽ ഇത് സ്വന്തമാക്കാനാവും എന്നതാണ് മറ്റൊരു ആകർഷണം. കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതിയുടെ ഭാഗമായി അഗ്രികൾച്ചറൽ ഡ്രോൺ, പവർ വീഡർ എന്നീ കാർഷിക യന്ത്രങ്ങളുടെ പ്രദർശനമാണ് എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി നടക്കുന്നത്. വ്യക്തികൾക്ക് 40 മുതൽ 60% വരെയും ഗ്രൂപ്പുകൾക്ക് 80% വരെയും സബ്സിഡി ലഭിക്കും. കർഷക സബ്സിഡിയെ പറ്റിയുള്ള സംശയ നിവാരണവും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. വിവിധതരം ഫുഡ് പ്രോസസിംഗ് ഉപകരണങ്ങളായ തേങ്ങാച്ചിരകൽ യന്ത്രം, ഡീഹസ്കിംഗ് മെഷീൻ എന്നിവയുടെ പ്രദർശനവും ശ്രദ്ധേയമാണ്. ആധുനിക ജലസേചന സാങ്കേതിക വിദ്യാ പ്രദർശനവും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്.
മാറുന്ന ലോകത്തിനൊത്ത് ചുവടുവയ്ക്കുന്ന പുതുതലമുറയുടെ പുതുപുത്തൻ ആശയങ്ങൾ കണ്ടറിയാൻ അവസരമൊരുക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. മിനി റോബോട്ടും സ്കൂൾ കുട്ടികളുടെ ഹാജർ കൃത്യമായി ട്രാക്ക് ചെയ്യാനുള്ള ഉപകരണവും സെൻസറും വെർച്വൽ റിയാലിറ്റി ഗ്ലാസുമെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്കൂൾ കുട്ടികളെ ഇന്നവേഷനിലേക്കും സംരംഭകത്വത്തിലേക്കും ആകർഷിക്കുന്ന പദ്ധതിയായ ഡിങ്കറിംഗ് ലാബിലുള്ള നൂതന ആശയങ്ങളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്റ്റാളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ട്രാക്കുകളും വീലുകളും ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന സെമി ഓട്ടോമാറ്റിക് മെട്രോ പോലെയുള്ള സംസ്ഥാന തലത്തിൽ വിജയിച്ച ശാസ്ത്ര പ്രോജക്ടുകൾ, സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ കീഴിൽ ചെയ്തിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടർ അസംബ്ലിംഗ് മുതലായ വ്യത്യസ്തങ്ങളായ ആശയ ആവിഷ്കരണമാണ് ഇവിടെ കാണാൻ കഴിയുക. ഒരു കൈയുള്ളവർക്കൊക്കെ അനങ്ങാത്തവർക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതായത് നമുക്ക് ഓരോ ആഹാരത്തിന് വേണം എന്തെങ്കിലും കാണിക്കണമെങ്കിൽ ആ ഒരു ഇതിനൊക്കെ നമുക്ക് ഓരോ സൈനുകൾ കാണിക്കും കൈവച്ച്. പിന്നെ ഡിജിറ്റൽ അറ്റൻഡൻസ് സാധനമാണ്. അതായത് നമുക്ക് കുട്ടികൾ സ്കൂളിലോട്ട് കറക്റ്റായിട്ട് ചെല്ലുന്നതാണോ അതോ കറങ്ങാൻ പോകുന്നതാണോ എന്നറിയാൻ വേണ്ടി സാധനമാണ്. അത് പഞ്ച് ചെയ്തിട്ട് നമ്മൾ സ്കൂളിലോട്ട് കയറുന്നതാണ്. അതാണ് സംസ്ഥാന സർക്കാർ പദ്ധതിയായ കൈറ്റിന്റെ കീഴിലുള്ള സമഗ്ര പോർട്ടലിന്റെയും റോബോട്ടിക്സ് പരിശീലനത്തിന്റെ അവബോധനവും നൽകുന്നുണ്ട്. കൂടാതെ VHSE ഹയർ സെക്കൻഡറി തലത്തിലുള്ള വിവിധ കോഴ്സുകളെപ്പറ്റി അറിയാനുള്ള അവസരവും ഇവിടത്തെ പ്രത്യേകതയാണ്. ആടാനും പാടാനും വനിതാ ശിശുവികസന വകുപ്പിന്റെ സേവനങ്ങളെപ്പറ്റി അറിവ് നേടാനുമുള്ള അവസരമാണ് എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ വനിതാ ശിശുവികസന വകുപ്പിന്റെ സ്റ്റാള്. കൂടാതെ കുരുന്നുകളെ കാത്തിരിക്കുന്നത് വർണ്ണാഭമായ പ്ലേ ഏരിയയും സെൽഫി കോർണറും. വൈജ്ഞാനിക വികസനം ലക്ഷ്യമിട്ടുള്ള കളികളും ഇവിടെ അനവധിയാണ്. ഇനി സ്റ്റാളിലുള്ള പോസ്റ്ററിലൂടെയെല്ലാം വിശദമായി ഒന്ന് കണ്ണോടിക്കുക. തത്സമയ ക്വിസിന്റെ ഉത്തരങ്ങൾ ഇതിലൂടെ കണ്ടെത്തിയാൽ ഏവരെയും കാത്തിരിക്കുന്നത് ആകർഷണീയമായ സമ്മാനങ്ങളും. സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് അങ്കണവാടികളുടെ പോഷകാഹാര പ്രദർശനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ സൗജന്യ കൗൺസിലിംഗ് സർവീസ് ലഭ്യമാക്കുന്ന പേരന്റിംഗ് ക്ലിനിക്കാണ് മറ്റൊരു പ്രത്യേകത. തങ്ങൾ നേരിടുന്ന മാനസികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പ്രവർത്തിക്കുന്ന ഈ ക്ലിനിക്ക് മുഖേന വിശദമായ കൗൺസിലിംഗിനും അവസരമുണ്ട്. ലൈംഗികാതിക്രമം നേരിടുന്ന സ്ത്രീകളെ സംരക്ഷിക്കുന്ന സഖി സെല്ലിനെ പറ്റിയുള്ള അവബോധവും ഇവിടെ നൽകുന്നുണ്ട്. നവജാത ശിശുക്കൾക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും തങ്ങളുടെ ഉയരവും ഭാരവും അറിയുവാനുള്ള സൗകര്യമാണ് ഇവിടത്തെ മറ്റൊരു പ്രത്യേകത. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ ഭിന്നശേഷി കലാനിപുണരുടെ സംഗമമാണ് കലാവിരുന്നുകൊണ്ട് വേറിട്ട കാഴ്ച ഒരുക്കിയത്. സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന സംഗമത്തിൽ പാലാ മരിയ സദൻ സ്ഥാപനത്തിലെ 16 ഭിന്നശേഷി കലാകാരന്മാർ ഗാനമേള അവതരിപ്പിച്ചതും ശ്രദ്ധേയമായി. തങ്ങൾക്ക് കിട്ടിയ വേദിയെ അവർ ആഘോഷപൂർവ്വം കൊണ്ടാടി. ആടിയും പാടിയും താളം പിടിച്ച് മലയാളം തമിഴ് ഗാനങ്ങളിലൂടെ കലാകാരന്മാർ വേദി കൈയടക്കി. കാണികൾ അവരുടെ നിറഞ്ഞ സ്നേഹം കയ്യടികളുടെ രൂപത്തിൽ തിരിച്ചു നൽകി. 1 മണിക്കൂറോളം കലാപരിപാടികൾ നീണ്ടുനിന്നു. കങ്ങഴയിലെ ഹിരാം ട്രസ്റ്റിലെ ഭിന്നശേഷിക്കാരുടെ ഫാഷൻ ഷോയും ഇതിന്റെ ഭാഗമായി നടന്നു. തമിഴ് മലയാളം ഫാസ്റ്റ് നമ്പർ പാട്ടുകളിലൂടെ സദസ്സിനെ ഒന്നാകെ കയ്യിലടക്കിയതിനൊപ്പം വയലിനിൽ മലയാളം തമിഴ് മെലഡികൾ കൂടി ചേർന്നപ്പോൾ സംഗീത നിശ കാണികളുടെ മനം കവർന്നു. എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ആദ്യ ദിനത്തിലാണ് ഗ്രൂപ്പ് ബാൻഡ് സംഗീത നിശ അവതരിപ്പിച്ചത്. ചോലയിൽ ചിന്ന ചിന്ന ആസെ മുൻപേവാ പാട്ടും
മെലഡി പ്രേമികൾക്കായി പാടി. പതിയെ ഫാസ്റ്റ് നമ്പറിലേക്ക് തിരഞ്ഞപ്പോൾ ജനം ആവേശത്തോടെ ആർത്തു വിളിച്ചു. AR റഹ്മാന്റെ സംഗീതത്തിൽ പിറന്ന പാട്ടുകളും ശ്രേയ ഘോഷാലിന്റെ ശബ്ദമാധുര്യത്തിൽ ഹിറ്റായ പാട്ടുകളും ആസ്വാദ്യകരമായി. സർക്കാരിൻ്റെ കഴിഞ്ഞ 9 വർഷത്തെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കറിയാൻ അവസരമൊരുക്കി നടക്കുന്ന വിപണനമേളയിൽ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്.